ജപ്പാനിലെ ഞങ്ങളുടെ യാത്രയ്ക്കിടയിലുണ്ടായ ഭൂകമ്പ അനുഭവത്തെ പറ്റിയാണ് പറയുന്നത്. 2026 ഏപ്രിൽ 20-നാണ് ഇത് സംഭവിച്ചത്. അന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ടോക്കിയോയിലെ സ്കൈ ട്രീ ആണ്. വൈകുന്നേരം 4:12-നാണ് ഞങ്ങൾ സ്കൈ ട്രീയുടെ കവാടത്തിലെത്തിയത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് എലിവേറ്റർ വഴി മുകളിലെത്താൻ ഒരു 30 മിനിറ്റ് എടുത്തു. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. ഞങ്ങളുടെ സംഘത്തിൽ തന്നെ 36 പേരുണ്ട്. അപ്പം ടവറിൻ്റെ മൊത്തം ഉയരെന്ന് പറയുന്നത് 450 മീറ്ററാണ്. ഞങ്ങൾ ടവറിൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ടോക്കിയോ നഗരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നടക്കുമ്പോഴാണ് ഈ ജപ്പാനെയും ലോകത്തെയും തന്നെ നടുക്കിയ ആ ഭൂകമ്പം ഉണ്ടായത്. 7.4 മാഗ്നിറ്റ്യൂഡാണ് രേഖപ്പെടുത്തിയത്. ഒരു ചെറിയൊരു വിറയൽ മാത്രമേ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുള്ളൂ. ടവർ കുലുങ്ങുകയോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തി. സ്കൈ ട്രീ സ്റ്റാഫ് ഉടൻ തന്നെ ഭൂകമ്പ മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടവറിൻ്റെ പ്രവർത്തനം വീണ്ടും സാധാരണഗതിയിലാവുകയും ചെയ്തു. അപ്പം ഈ ടവറിൻ്റെ ഒരു പ്രത്യേക നിർമ്മാണ രീതി, അതായത് അഡ്വാൻസ്ഡ് വൈബ്രേഷൻ കൺട്രോൾ സിസ്റ്റം ആണ് ഇത് ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ടവറിനെ സഹായിക്കുന്നത്. അപ്പം ഈ ലോക്കൽ സമയം 4:53-നാണ് ഈ കുലുക്കം ഉണ്ടായത്. അപ്പം ആ സമയത്ത് ഏതാനും നിമിഷങ്ങളിൽ ഞങ്ങൾ പകർത്തിയ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതേ സമയം തന്നെ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ തൽക്കാലത്തേക്ക് ഒരു മിനിറ്റ്സിന് വേണ്ടി നിർത്തിവെക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഞങ്ങളുടെ സുഹൃത്തും ജപ്പാൻകാരനും ടൂർ കോർഡിനേറ്ററുമായ ജോണിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് അവർ ഭയപ്പെടുന്നത് ഈ ഭൂകമ്പത്തിനെയല്ല, അതിനുശേഷം ഉണ്ടാകുന്ന സുനാമി തിരമാലകളെയാണ് അവർ ശരിക്കും ഭയപ്പെടുന്നത്. വളരെ വിഷമത്തോടെയാണ് ജോൺ അത് ഞങ്ങളോട് പറഞ്ഞത്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ ഭൂകമ്പ പ്രതിരോധത്തിനുള്ള പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി. വൈഫൈ ഓൺ ചെയ്തപ്പോഴേക്കുമാണ് ധാരാളം കോളുകളും വാട്സപ്പ് മെസ്സേജുകളും എല്ലാം തന്നെ ഫോണിൽ വരുവാണ്. നാട്ടിൽ നിന്ന് എല്ലാവരും പരിഭ്രാന്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നാട്ടിലെ മീഡിയാസ് എല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഞങ്ങളിവിടെ ഏറ്റവും സുരക്ഷിതരാണ്, ഒന്നും പേടിക്കേണ്ടതില്ല എന്നുള്ളത്. ഇപ്പം ഈ ഒരു യാത്രക്കിടയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, തലേ ദിവസം ഞങ്ങൾ എരിയുന്ന അഗ്നിപർവ്വതം നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ ദിവസം തുടർച്ചയായൊരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇന്ന് ഞങ്ങൾ ഭൂകമ്പത്തിൽ നേരിട്ട് അനുഭവപ്പെട്ടു ഞങ്ങൾക്ക്. അങ്ങനെ ഉള്ള ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസിലൂടെയാണ് ഈ ജപ്പാൻ എന്ന രാജ്യം കടന്നു പോകുന്നത്. എന്നിട്ട് പോലും അവർ ഏറ്റവും മോഡേൺ ടെക്നോളജി, ഏറ്റവും വൃത്തി, ഏറ്റവും ആരോഗ്യം എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നേറുകയാണ് ലോകം. അത് ജപ്പാൻ എന്ന രാജ്യം. അത് ഞങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.